അങ്ങനെ മറ്റൊരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവ ദിവസങ്ങളിലേക്ക് ഉത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഒന്നാം ഉത്സവ ദിനത്തിലെ പ്രധാന ചടങ്ങായ കാപ്പുകെട്ടി കുടിയിരുത്തൽ നടന്നിരിക്കുന്നു. ദേവിയെ ഇന്നേക്ക് 9ാം നാളാണ് പൊങ്കാല. ആദ്യ ദിനം തന്നെ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. ഇന്ദു, സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. അത്രമാത്രം സ്ത്രീകൾ ഒഴുകിയെത്തുന്ന മറ്റൊരു പരിപാടി തന്നെ ഒരുപക്ഷെ കേരളത്തിലല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്രയും ആളുകൾ എത്തുന്ന പരിപാടിയാണ്. ഇന്നിപ്പം ആദ്യ ദിവസം ലാലേട്ടനൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുന്നു. ഉത്സവം എങ്ങനെയാ കളറാവുന്നത്? ഇപ്പൊ ആ പരിപാടികളൊക്കെ തുടങ്ങും. പക്ഷേ ആറ്റുകാലമ്മയുടെ ഭക്തര് ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ പറയാം. കാരണം അത്രത്തോളം ആളുകളാണ് ഈ ഒന്നാം ദിവസം തന്നെ ഈ അമ്പലത്തിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. ഇപ്പോഴിവിടെ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 5:30 തന്നെ ഒന്നാം ദിവസത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങായ കാപ്പുകെട്ടി കുടിയിരുത്തൽ ചടങ്ങ് നടന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാ ഇവിടെ ഈ കാണുന്ന മേളവും ബഹളവും എല്ലാം ദീപാരാധനയുടേതാണ്. ഭക്തരെല്ലാവരും തന്നെ ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ദീപാരാധന ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പം 8 മണിയോട് കൂടിയാണ് മോഹൻലാൽ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നത്. ആ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിന് സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് ഏകദേശം 10 മണിയോട് കൂടി തന്നെ ഈ വർഷത്തെ കലാപരിപാടികളുടെയൊക്കെ ഒരു മഹാ തുടക്കമെന്ന് പറയത്തക്ക വിധം നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ സംഗീത പരിപാടി ഉണ്ടാകും. ആ പരിപാടിക്കും ശേഷമാകും ഇന്നീ ദിവസം പൊങ്കാല മഹോത്സവത്തിൻ്റെ 1ാം ദിവസം ഇവിടെ അവസാനിക്കുക. നമുക്ക് കാണാൻ സാധിക്കും ആയിരങ്ങളാണ് ഇന്ന് ആദ്യ ദിവസം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയതെന്ന് പറയാം. കാപ്പുകെട്ടൽ ചടങ്ങ് കാണാനായിട്ടും അതുപോലെ തന്നെ ഇവിടെ നാരങ്ങാവിളക്ക് കത്തിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ത്രീജനങ്ങളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. ആറ്റുകാൽ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് നാരങ്ങാവിളക്ക് കത്തിക്കുന്നത്. മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആശകളും അതുപോലെ തന്നെ പരാതിയും പരിഭവവും എല്ലാം അമ്മയ്ക്ക് മുന്നിൽ പറഞ്ഞ് നാരങ്ങാവിളക്ക് എടുത്തു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഇന്നേ ദിവസം ഇവിടേക്ക് നമുക്കറിയാം, ഈ ഒരു ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയാൽ ആകെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ എത്തുന്നവർക്കെല്ലാം ലഭിക്കുന്നതെന്ന് പറയാം. നിറയെ വിളക്കുകളെല്ലാം കത്തിച്ച് ആകെ മനോഹരമായ ആറ്റുകാലമ്മ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നേക്ക് 9ാം ദിവസം ആറ്റുകാൽ പൊങ്കാലയാണ്. ആ ദിവസത്തിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ പൊങ്കാല തൊട്ട് അന്നേ ദിവസത്തിന് വേണ്ടിയാകും അമ്മയുടെ ഓരോ ഭക്തരും കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം എല്ലാ വർഷവും അമ്മയ്ക്ക് പൊങ്കാലയിടാൻ എത്തുന്നവരുണ്ട്. ഓർമ്മ വെച്ച നാള് മുതൽ അമ്മയ്ക്കരികിലെത്തി പൊങ്കാല അർപ്പിച്ചും തെരളി തേച്ചുമൊക്കെ അമ്മയോട് തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാൻ എത്തുന്നവരാകും ഈ കൂട്ടത്തിലുള്ളവരല്ല. ഇന്ന് നമ്മളിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് എല്ലാവരും പൊങ്കാല ഇടാനുള്ളവരാണ്. ഇന്ന് വന്ന് കണ്ട അനുഗ്രഹം വാങ്ങിയിട്ട് പോകാനാണ് എല്ലാവരും വരുന്നതെന്നാണ്. ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചി ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാല ഇടുന്നുണ്ട്. എങ്ങനെയാ കാപ്പുകെട്ടിൽ കൂടാൻ വന്നതാണോ? കാണാൻ വേണ്ടിട്ട് കാണുന്നുണ്ട്. കണ്ടിട്ടേ പോണുള്ളൂ. എല്ലാ വർഷവും നമ്മൾ അടുത്താണല്ലോ, 10 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. കരോളമാണ്. എത്തും. അതാണ് പറയുന്നത്. എല്ലാവരും അമ്മയെ കാണാൻ എത്തുന്നത് കൂടി തന്നെ ഇത്തവണ ഒരുക്കിയിരിക്കുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള പരിപാടികളുണ്ട്. അതെല്ലാം കണ്ട് അതിനെല്ലാം കാഴ്ചക്കാരായിട്ട് അതെല്ലാം ആസ്വദിച്ച് മടങ്ങാൻ കൂടിയാണ് എല്ലാവരും എത്തുന്നത്. ചേച്ചി എങ്ങനെ സ്ഥിരം പൊങ്കാലയിടുന്ന ആളാണോ? ഇല്ല, തൊഴാനായിട്ട് എത്തിയതാണ്. എന്തോരം ഇടാറില്ല, ഇടയ്ക്കൊക്കെ ഇടാറുള്ളൂ. തൊഴാൻ എത്തിയതാണ്. തൊഴാനായിട്ട് മാത്രമേ തൊഴുതാൻ വന്നതാ. ഇവിടെയുള്ള ആള് തന്നെയാ? ഇല്ല, ഞാൻ ഒത്തിരി ദൂരമുള്ളതാ. ഞാൻ അല്ല ആറ്റിങ്ങല്. ഞാൻ എല്ലാ വർഷവും പറ്റുമ്പോഴൊക്കെ ഇടും. കുറേ വർഷം കൊണ്ടേ ഇടാൻ തന്നെ. നമുക്ക് ആ വർഷം ഈ പ്രാവശ്യം ആകുമ്പോൾ എവിടെ ആയിരുന്നാലും വരണമെന്ന് തോന്നുന്നു എല്ലാ വർഷവും. അതാണ് ഓരോ ശരി. എല്ലാ വർഷവും പൊങ്കാലയിടുന്നവർ പല ഇടങ്ങളിൽ നിന്നും പൊങ്കാലയിടാൻ എത്തുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഈ തലസ്ഥാനമാകെയും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു മൂഡിലേക്ക് മാറുകയാണ്. ഇത്തവണ ഇന്ദു സൂചിപ്പിച്ച പോലെ കുറേ പരിപാടികളുണ്ട്. നടക്കാത്ത പരിപാടിയുടെ പേരിൽ കുറച്ചുകൂടി വൈറലായിട്ടുള്ള നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഭജനയൊക്കെ എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആദ്യ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ ഒരുപാട് ആളുകൾ എത്തുന്നു. പ്രത്യേകിച്ച് ലാലേട്ടനും എത്തുന്നുണ്ട്.